മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം തിയേറ്ററിൽ ഗംഭീര അഭിപ്രായവുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം കഥ കൊണ്ടും അവതരണ രീതി കൊണ്ടും മലയാള സിനിമ ഇന്നുവരെ പരീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ചിത്രമാണ്. വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച ചിത്രമാണ് ഭ്രമയുഗം. കാലങ്ങൾക്കിപ്പുറം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രവുമായി ആദ്യം വരാനൊരുങ്ങിയത് മോഹൻലാലിൻ്റെ ഒരു ചിത്രമാണ് എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയകളിൽ ചർച്ച നടക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആന്തോളജിയുടെ ഭാഗമായി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഓളവും തീരവും എന്ന ചിത്രമാണ് ഭ്രമയുഗത്തിനു മുമ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രമെന്ന് ചർച്ചകൾ പറയുന്നു. 1960 PN മേനോൻ്റെ സംവിധാനത്തിൽ MD വാസുദേവൻ നായർ തിരക്കഥയൊരുക്കിയ ചിത്രമായിരുന്നു ഓളവും തീരവും. MDയുടെ എഴുത്തുകളെ ആസ്പദമാക്കി ഒരുക്കുന്ന ആന്തോളജിയുടെ ഭാഗമായാണ് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഓളവും തീരത്തിൻ്റെ റീമേക്ക് ഒരുങ്ങുന്നത്. 2022 പൂർത്തിയായ ചിത്രത്തിനായി സന്തോഷ് ശിവനാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. മധു അവതരിപ്പിച്ച ബാപ്പൂട്ടി എന്ന വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത്. ഉഷാ നന്ദിനി അവതരിപ്പിച്ച നായിക വേഷത്തിൽ ദുർഗാകൃഷ്ണയാണ് അഭിനയിക്കുന്നത്. ഹരീഷ് പേരടി, സുരഭി ലക്ഷ്മി തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം മികച്ച അഭിപ്രായമായി കുതിക്കുമ്പോഴാണ് സൂപ്പർ താരങ്ങളുടെ ആരാധകർക്കിടയിൽ ചർച്ചകൾ മുറുകുന്നത്. ഭ്രമയുഗത്തെ വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകം ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എന്നുള്ളതാണ്. എന്തായാലും മമ്മൂട്ടി ചിത്രം പോലെ മോഹൻലാലിൻ്റെ ഓളവും തീരവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ എന്ന് കണ്ടു തന്നെ അറിയണം. ചിത്രത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല.